ഞാൻ ധന്യ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണ്, നമ്മുടെ ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ്റെ ലത്തീഫ് ബൈ ആണ്. അപ്പോൾ എന്തായാലും ജീവിതത്തിലായാലും സോഷ്യൽ മീഡിയയിലായാലും സ്വന്തമായി വഴിവെട്ടി തെളിച്ച് വിജയത്തിലേക്ക് എത്തിയ നമ്മുടെ ലത്തീഫിൻ്റെ ജീവിതകഥയുടെ പാർട്ട് 3 ആണ് ഇത്. അപ്പോൾ എന്തായാലും ആദ്യത്തെ 2 ഭാഗം കണ്ടിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സമയങ്ങൾ എന്നെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എഡ്യൂക്കേഷൻ വേണം. ഇതിന്റെ മനസ്സിലുള്ള വാക്കുകൾ കേട്ടോ. എഡ്യൂക്കേഷൻ ഒരു മനുഷ്യന് നിർബന്ധമാണ്. ഇനി 2 വിഭാഗം മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട്. എങ്ങനെ ഇനി ഒന്ന് ഇന്നെ കുട്ടിക്കോളി പഠിക്കാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിക്കില്ലേ മിനിമം +2 വരെ പഠിച്ചാൽ മതി. അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ. എന്റെ അഭിപ്രായം ഞാൻ എപ്പോഴും എന്ത് കാര്യം പറയുമ്പോഴും ഇന്നിലൂടെ പറയാം. പഠിക്കാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തി +2 വരെ പോകാൻ പാടുള്ളൂ. കാരണം +2 സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പം ലേറ്റസ്റ്റ്. അല്ല ഡിഗ്രി പറഞ്ഞ 3 കൊല്ലാണ്. ഈ +2 കഴിഞ്ഞിട്ട് ഓനെന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഒരു സ്കില്ല്, ഒരു കൈത്തൊഴിൽ പഠിക്കുക. കൈത്തൊഴിൽ പറഞ്ഞ ബെൽഡിങ്, തേപ്പ്, ഡ്രൈവിംഗ്, പടവ്, എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിച്ചിരിക്കുക. ഈ ഡ്രസ്സിന്റെ കടയിൽ പോയിരുന്നാൽ 500 തൊട്ട് വൈകുന്നേരം വരെ എന്നാല് AC ഇരിക്കുക. പക്ഷെ പൊടിയൊന്നും ആവില്ല. ആ പണിന്റെ കുഴപ്പം എന്താ പറയുക, ബേക്കറി പണിന്റെ ഒക്കെ കുഴപ്പം എന്താ വെച്ചാൽ പെട്ടെന്ന് ചിലപ്പോൾ ഒരു എന്തെങ്കിലും പ്രശ്നം വന്നാൽ കട പൂട്ടേണ്ടി വന്നാൽ, കച്ചവടം ഡൗൺ ആയി കണ്ട കട പൂട്ടേണ്ടി വന്നാൽ ആ ഒരു ചങ്ങായിക്ക് ചിലപ്പോൾ 10 കൊല്ലം കണ്ടിന്യൂ ആ കടയിൽ തന്നെ ആയിരിക്കും. പിന്നെ അവന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവനക്ക് ആർക്കും അവനെ വേണ്ട. പിന്നോട് ഒരാൾ ചോദിക്കുകയാണ്, മോനെ എനിക്കൊരു പണി കൊണ്ടാ. അപ്പൊ ഞാൻ പറയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് പണി അറിയാം? എനിക്കൊന്നും അറിയില്ല, എനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ അവനെ പണിക്കുണ്ടായാൽ കൈക്കോട്ട് വയ്ക്കാൻ അറിയില്ല, പിന്നെ ഒരു കല്ലെടുക്കാൻ അറിയില്ല, എന്നിട്ട് ഇങ്ങനെ വെക്കും. അപ്പൊ നമ്മൾ നിങ്ങളെ വീട്ടിൽ വന്ന് കൂലി വാങ്ങുമ്പോൾ പണി കാണണ്ടേ? അപ്പം എന്തെങ്കിലും പറഞ്ഞാലുണ്ടാവും, കുറച്ചേരം കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ എന്താ വെച്ചാൽ പറയാം, വെയിലാണ് അറിയും. അപ്പൊ ഇത് എന്തുകൊണ്ട് സംഭവിച്ചതെന്ന് അറിയോ? ഇത് കറക്റ്റ് വാക്കാട്ടെ. എന്തുകൊണ്ട് സംഭവിച്ചതെന്ന് അറിയോ? മൂപ്പര് വെറുതെ പഠിക്കാൻ പോയി, നല്ല ഒരു കൈത്തൊഴിൽ പഠിച്ചില്ല, സ്കില്ല് ഉണ്ടാക്കി എടുത്തില്ല. നേരെ മറിച്ച് പഠിപ്പിനെ കുറ്റം പറയുന്നില്ല. പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിയാണ് ഓൻ +2 കഴിഞ്ഞാൽ ഡിഗ്രി എടുക്കണം. ഡിഗ്രി എടുത്താൽ ഓനക്ക് എന്തുണ്ടാവും? ഒരു ഫ്യൂച്ചർ ഉണ്ടാവും. MBA പഠിക്കണം, എനിക്ക് എഞ്ചിനീയർ ആവണം. ഓൻ ആ റൂട്ടിൽ തന്നെ പഠിച്ചുകൊണ്ട് തന്നെ പോകണം. അതിന്റെ ഇടയിൽ കൂടെ പണിക്കിറങ്ങരുത്. പണിക്കിറങ്ങിയ ചില ആൾക്കാർ പേച്ചോ എങ്ങനെ അറിയോ? കൂലി കിട്ടുമ്പോൾ ഇതാണ് ഏറ്റവും വലിയ ലോകം നേർച്ചുകൊണ്ട് ചില ആൾക്കാർ ഇതിക്ക് വന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം. ജീവിതം എന്ന് പറഞ്ഞാല് ഒരു എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് എല്ലാ ചെറുപ്പക്കാരും MBA വരെ പഠിക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞു. എന്താണെന്നറിയോ? പെണ്ണ് കിട്ടണമെങ്കിൽ MBA അല്ലെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. പല ചെക്കന്മാർ ജോലിക്കും വേണ്ടി നിന്ന് പഠിക്കണേ. പെണ്ണ് കിട്ടാൻ വേണ്ടി മാത്രം ഡിഗ്രി കംപ്ലീറ്റ് ആക്കണ 1000 ചെക്കന്മാരെ ഞാൻ കാണിച്ചു തരാം. പണ്ട് +2 പഠിച്ചാലും 10ാം ക്ലാസ് പഠിച്ചാലും ചെക്കനൊരു പെണ്ണായ പെണ്ണ് കിട്ടീനി, ഇന്ന് കിട്ടൂല. ഇന്നൊരു പെണ്ണുണ്ടല്ലോ, പെണ്ണുങ്ങളെ വീട്ടിലുള്ള പെണ്ണ് കാണാൻ പോയാല് പെണ്ണ് ഇങ്ങനെ വരും, അല്ല സ്റ്റാറിൽ വരും. നിങ്ങളെ മോൻ എത്ര വരെ പഠിച്ചു? അവൻ +2 ഉണ്ട്, നല്ല വെൽഡറാണ്, 10 മണിക്കാരോടെ കീലുണ്ട്, അന്നൊരു തോടേക്കൂല. എന്താ വേണ്ടി അറിയോ? +2 ഉള്ളൂ, ഡിഗ്രി ഇല്ലല്ലേ അറിയും. ഓക്കെ, ഡിഗ്രി ഉണ്ടെങ്കിലേ അവിടെ വായിലുള്ളൂ. എന്നാൽ നേരെ മറിച്ച് ആ പെണ്ണിന് ഡിഗ്രി ഉണ്ടല്ലോ. ഈ പെണ്ണെന്താ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് അറിയോ? ഡിഗ്രി പഠിച്ച 3 സർട്ടിഫിക്കറ്റ് പേരെ വെച്ചുകൊണ്ട് അടുക്കള പണിക്ക് തന്നെ വരാൻ പോകുന്നത്. അല്ലാതെ ഡിഗ്രി പഠിച്ചിട്ട് തുടർ പഠനം അവർക്കില്ല. പഠിച്ചിട്ട് ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അടുത്ത ഒരു കോഴ്സിന് പോകണമെന്നോ അങ്ങനത്തെ ഒരു താല്പര്യം പെണ്ണിക്ക് ഉണ്ടായിണ്ടാവില്ല. മനസ്സിലായോ? എന്നിട്ട് കല്യാണം കാണാൻ വേണ്ടി പോകുമ്പോൾ പെണ്ണിന് ഡിഗ്രി പഠിച്ചത് ആണ് ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ കല്യാണം സൂട്ടാവണില്ല. നിങ്ങൾ ആലോചിക്കണി. എന്നാൽ ആ പെണ്ണ് പറയുകയാണ്, ഞാൻ ഡിഗ്രി കഴിഞ്ഞ അടുത്ത കോഴ്സിന് കാത്തിക്കാണ്. അങ്ങനെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. കല്യാണം കഴിക്കാണ്ട് വരുമ്പോൾ ഡിഗ്രീനെ കാട്ടിയും കൂടുതൽ അവർക്ക് വേണമെന്നുള്ളത്. എന്തായാലും ഇനി വരാൻ വേണ്ടി പോണ തലമുറത്തെ ചെക്കന്മാർ മൊത്തം കുടുങ്ങിപ്പോവും. ഇനി ഈ ആത്മഹത്യ, അതേപോലെ തന്നെ ഡിപ്രഷനൊക്കെ കൂടി ചെക്കന്മാരെ പെള്ളു മൊത്തം. കാരണം എന്താ അറിയോ? ഒന്നാമത് കല്യാണം ശരിയാവണില്ല. പക്ഷെ അതിൽ നിങ്ങൾ ഇന്നെ മനസ്സിലാക്കി. ഞാൻ എന്താ പറയുക അറിയോ? നമ്മൾ കക്കൂസ് വഴി വരാൻ വേണ്ടി പോകണ്ട്, കിണറ്റിലൊക്കെ പോകണ്ട്. എനിക്ക് പഠിപ്പില്ലാത്തൊരു പെൺകുട്ടി മതി, ഒരു പഠിപ്പ് വന്നാൽ. അങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്ക് പറ്റിയൊരു പെൺകുട്ടിയെ കിട്ടി. ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ആ കുട്ടിക്ക് ഫേസ്ബുക്ക് ഉണ്ടാക്കാൻ അറിയില്ലേനി, യൂട്യൂബ് ഉണ്ടാക്കാൻ അറിയില്ല, ഇപ്പോഴും യൂട്യൂബ് ഒന്നും അറിയില്ലേനി. കല്യാണം അയക്കുന്നവരെ പെണ്ണ് മൊബൈൽ ഉപയോഗിച്ചില്ലേനി. അതിനോട് എനിക്ക് എന്താ ലാഭം അറിയോ? സ്വസ്ഥമായിട്ട് ജീവിക്കുക. മറ്റെന്താ എഡ്യൂക്കേഷൻ ആർക്കും അറിയോ? കണ്ടിന്യൂ ഉള്ള ആൾക്കാർ പോയിക്കോളി, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൊണ്ട് പെരേക്ക് ചോറെത്തൂല. ഇന്ന് ഈ പണിക്ക് നമ്മൾ മിനിമം ചാർജ് 1000 രൂപ ചാർജാണ്. ഓഫീസിലും കൊല്ലങ്ങളോളം പഠിച്ചിട്ട് 15,000 രൂപ ശമ്പളത്തിൽ നിൽക്കുന്ന 1000 ആൾക്കാരെ ഞാൻ കാണിച്ചു തരങ്ങാടിയിൽ. ഞാൻ എന്റെ കുറെ ചങ്ങായിമാരെ കണ്ടിട്ടുണ്ട്. എത്ര ശമ്പളം എന്നറിയോ? ഇങ്ങോട്ട് കേൾക്കണ്ട നിങ്ങള്. എത്ര ശമ്പളം എന്നറിയോ? അക്കൗണ്ടിങ് ആണല്ലോ 15 രൂപ. കാരണം ഇന്ത്യയിൽ അതിനുള്ള സ്കോപ്പേ ഉള്ളൂ. ആ ജോലിക്ക് അത്ര സ്കോപ്പേ ഇന്ത്യയിലുള്ളൂ. നേരെ മറിച്ച് ആ വ്യക്തി ഗൾഫിൽ പോയിട്ട് കമ്പനി പോകുമ്പോൾ അക്കൗണ്ടിങ് നമുക്ക് 40, 50, 60 കൊടുക്കാൻ അവിടെ കമ്പനിക്കാരുണ്ട്. പക്ഷെ ആ പണിക്ക് അക്കൗണ്ടിങ്ങിന് ഇവിടെ എന്തില്ല വാല്യൂ ഇല്ല. എഡിറ്റിംഗ്, മൾട്ടിമീഡിയ പഠിച്ച്, ഫോട്ടോഷോപ്പ് പഠിച്ച് എല്ലാം ചെയ്യുന്ന ചെക്കൻ വൈകുന്നേരം വരെ കമ്പ്യൂട്ടർ മുമ്പിൽ ഇരിക്കുക. എത്ര ശമ്പളം എന്നറിയോ? 18 രൂപ, 15 രൂപ. അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് നാട്ടിലേക്ക് വരുന്ന പൈസ ഒക്കെ നോക്കണം. ഒന്നും വേണ്ട. കാരണമല്ലേ, കഴിഞ്ഞ ആഴ്ച ഇതേപോലെ ഒരു കിണർ ഉണ്ടാക്കാൻ വേണ്ടി എയർപോർട്ടിന്റെ പക്കത്ത് പോയി. ഒരു സ്റ്റാഫ് നമ്മൾ ഈ പണി കണ്ട് ചായ അടിക്കാൻ വേണ്ടി ഹോട്ടലിൽ പോയപ്പോ, അപ്പൊ ഹോട്ടൽ ഇതിന് നേരെ മുമ്പ് തന്നെയാണ്. അപ്പൊ ആ സ്റ്റാഫ് വരട്ടോ, നിങ്ങൾ ഇന്ന് ഇവിടെ പണിക്കണേ, ഓൾറൗണ്ടിന്റെ വീഡിയോ വേണം, നിങ്ങളെ ഫാൻസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ബിൽഡിങ്ങിന്റെ ബാക്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരികയാണ്. അങ്ങനെ ആ ചങ്ങായിനോട് പറഞ്ഞ കഥ. വടകര കണ്ണൂർക്കാരാണ് ഈ കരിപ്പൂര് എയർ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാർ. ഓരോ ഡ്യൂട്ടി എന്താ അറിയോ? വെള്ള കുപ്പായം, കറുത്ത ഷൂ, കറുത്ത പാന്റ്, ഇവിടെ ഒരു സാധനം കണ്ടോ. പിന്നെ എല്ലാരും 5 ചെക്കന്മാർ വന്ന്. അപ്പം ഞാൻ അവരോട് പറഞ്ഞേ, ജീവിതം ഷോർട്ടാണ്, ഒരുപാട് കാര്യത്തിൽ പഠിക്കാണ്ട്. സ്കൂളിൽ എല്ലാ കാര്യം പഠിപ്പിച്ചാറില്ല ഇല്ലല്ലോ. അനുഭവങ്ങളാണ് നമ്മളെല്ലാം പഠിപ്പിക്കുന്നത്. കല്യാണം ഒരു 24 വയസ്സാകുമ്പോൾ കെട്ടണമെങ്കിൽ
നമ്മൾ 17 വയസ്സിൽ തീരുമാനിക്കണം. സെറ്റിൽ ആവാൻ തീരുമാനിക്കണം. അതൊന്നും ഇവിടെ ഒരു കുട്ടിക്ക് അറിയില്ല. 24 വയസ്സ് വരെ പെണ്ണുങ്ങളെ ആ വേഗത്തിൽ നടന്ന് കോളേജിലൊക്കെ തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് അവസാനം ഓർക്ക് കയ്യിലുണ്ടാവില്ല, അവസാനം ഗൾഫിൽ പോകും. പിന്നെ അവിടെ ലോക്കായി കെട്ടുന്നു പോകുന്നു. അപ്പൊ അതൊക്കെ ഇല്ലാതാക്കണമെങ്കിൽ 17 വയസ്സ് ഒരു 16, 15 തീരുമാനം എടുക്കണം. ഒരു കൈത്തൊഴിൽ പഠിക്കുക. എന്നാ എന്താ അറിയോ, ഉള്ളത് വലിയ സ്വപ്നങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും നമുക്കിവിടെ ജീവിക്കാൻ നാട്ടിൽ പണിയുണ്ടല്ലോ, അതുപോലെ അതിനുള്ള പെണ്ണിനെ കണ്ടാ പോരെ, കിട്ടിയാ പോരെ. അപ്പൊ സ്റ്റാഫിനെ കണ്ടപ്പോ സ്റ്റാഫ് പറയട്ടെ, മോനെ 20,000 രൂപ ശമ്പളം, 20,000 രൂപ. ആ ഫ്രീക്ക് ചെക്കന്മാര് എന്താ ലുക്ക് അറിയാം, ഫ്രീക്കന്മാരെ മാത്രം എടുക്കുള്ളൂ. അപ്പൊ ഈ ചെക്കൻ പറയാണ് 5 റുപ്യ മാസാമാസം പേരേക്ക് അയച്ചു കൊടുക്കും. 5 റുപ്യ, ബാക്കി 15 എന്താക്കുന്നറിയോ, വാടക 5 റുപ്യ കൊടുത്ത് 10 റുപ്യ ചെലവ് തീരുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എത്ര വയസ്സ് വഹിച്ച്? ഒരു ചെക്കൻ പറഞ്ഞു ഈ 24, 25 വയസ്സാവാനായി. ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും മനസ്സിൽ ഒന്നും ഉള്ളിൽ വെക്കേണ്ട ആവശ്യം എനിക്കില്ല. നിങ്ങൾ ഇന്ന് വരെ എത്ര പൈസ സമ്പാദിച്ചു ചോദിച്ചു? 0 പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കല്യാണം നടക്കണ്ട ചോദിച്ചു. കല്യാണം നടക്കണം, ഇപ്പത്തെ ടെൻഷൻ അതാണ്, കല്യാണത്തിന് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പോഴാണ് ആലോചിക്കുന്നത് ചോദിച്ചു. ഈ വർക്ക് ഒഴിവാക്കൂ പ്ലീസ്. ഞാൻ എന്താ പറഞ്ഞത്, ഈ വർക്ക് നിങ്ങൾ ഒഴിവാക്കൂ പ്ലീസ് എന്ന് പറഞ്ഞു. നാളെ വെച്ച് കൂലിപ്പണിക്ക് ഇറങ്ങും. അതാകുമ്പോൾ നല്ല ഫുഡ്, ഡെയിലി വർക്ക്, അധ്വാനിക്കാനുള്ള മനസ്സുണ്ടായാൽ മതി. നീയത്ത് നന്നായിക്കാണെങ്കിൽ നമ്മൾ രാവിലെ പോകുമ്പോൾ നമ്മൾ തടിക്കുന്ന ഒരു ഇതാണ്, എക്സസൈസ് ആണ്. വൈകുന്നേരം നമ്മൾ കൂലി എന്താ ഫുഡ്. മൂപ്പര് ഇവിടെ ആളല്ല, തിരുവനന്തപുരത്തിലാണ് മൂപ്പര്. നമ്മളെ കൂടെ പണിക്കുന്നവർ എന്താ പറഞ്ഞറിയോ, മോനെ മലപ്പുറത്തുള്ള ആ ഒരു ഭക്ഷണ രീതി ഓടില്ലിട്ടോ എന്നുള്ളത്. 7 മണിക്ക് ഇവിടെ പണിക്കൊന്ന് അറ്റൻഡ് ചായ, 10 മണിക്ക് പൊറാട്ടയും കോഴിക്കോരും മറ്റേ കഞ്ഞി, ഉച്ചക്ക് രാത്രി നെയ്ച്ചോറ് ആയിട്ട് പറഞ്ഞാൽ നെയ്ച്ചോറ് അതൊക്കെ ഉണ്ടാക്കി തരുന്നു. നാട്ടിലൊന്നും കിട്ടൂല, പാലക്കാട് കിട്ടൂല, കണ്ണൂർ കിട്ടൂല. അവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പുറത്ത് പോയി തിന്നണം. ആ പൈസയും പാടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു കണ്ണു നോക്കും. 1300 രൂപ എന്നൊക്കെ പറയും. മലപ്പുറത്തിന്റെ സുഖം ഉണ്ടല്ലോ, ടോപ്പയ്ക്ക് പറയില്ല, പണിക്ക് ഇവിടെ നല്ല സുഖം. പക്ഷെ അധ്വാനിക്കാൻ തയ്യാറുള്ള ആൾക്കാർക്ക് എവിടെയും പണിയുണ്ട്, അത് വേറെ കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞത് അറിയോ, കൈത്തൊഴിൽ ഇങ്ങനത്തെ ഒരു പണിക്കാണെങ്കിൽ എങ്ങനെ പോലെ ഒരു മാസം 30,000 രൂപ ഗ്യാരണ്ടിയാണ്. സൂപ്പർ. അപ്പൊ ഈ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇവരിപ്പോ നമ്മളെ കൂടെ വന്നിട്ട് 10 ദിവസമായി. ഒരു ദിവസം 4 വരെ ലീവ് കൊടുക്കൂല. ഈ നാളെ എന്താ പണി അറിയോ, ഞങ്ങൾ ഇന്നിപ്പോ ഞങ്ങളെ കൂടുതൽ 2 ആൾമാരുണ്ട്. ആ 2 ആൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയതാണ്. അതുകൊണ്ട് നമ്മുടെ ടീമിന് മൊത്തം കംപ്ലീറ്റ് ആയിട്ടില്ല. അറിയാം, എന്ത് പണി ചെയ്യുമ്പോഴും നമ്മൾ ഓരോ സൈറ്റ് കഴിയുമ്പോഴും ഐഡിയകൾ ഇങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ആയിക്കൊണ്ടിരിക്കണം. ആയിക്കോട്ടെ, ഇത് പുതിയ മോഡലാട്ടോ. ഇന്റെ സ്റ്റൈലല്ല, ഇന്റെ ശിഷ്യന്മാര് ഇന്നെക്കാട്ടും കൂടുതൽ വളർന്നു. ഇഷ്ടപ്പെട്ടു. നമ്മളെ ശിഷ്യന്മാര് നമ്മളെക്കാട്ടും കൂടുതൽ വളർന്നു കേൾക്കുമ്പോൾ ലത്തീഫിന്റെ കൂടെ കൂടി ആരാണ് നന്നാവാത്തത്? ആ പോട്ടെ. ഏതാ ഐഡിയ അടി കണ്ടത് അടിയില് ഉള്ളിലേക്കാണ്. അവിടെ അങ്ങനെ യൂസ് ആക്കേണ്ട ആള് പോണേക്കാണ്. ഇത് എക്സ്ട്രാ സേഫ്റ്റി ആണല്ലോ. ഇനിയിപ്പോ എങ്ങനെ അറിയോ, മോൾക്ക് കയറുന്ന സമയത്തൊക്കെയാണ് ഈ കയറ് മൂപ്പര് സപ്പോർട്ട് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ സേഫ്റ്റി കാറില്ലേ, അത് മോൾക്ക് ആളിങ്ങനെ വലിക്കും. ഇനി ഒരു കാരണവശാലും സുറസുറായിട്ട് കിണറ്റേക്ക് മൂപ്പര് പോകില്ല. ഇതിന് വേറെ ഊക്കൊക്കെ ഉണ്ട്, അത് ലോക്കാവും. സിമ്പിളാക്കിയിട്ട്, അതായത് സാധാ കയർ തന്നെയാണ്, പക്ഷെ കയർ വെച്ച് നമുക്ക് ഒരുപാട് തരത്തിലാണ് പല തരാണ്. അത് കാരണം സൂപ്പർ ആയിട്ടോ. അതിന്റെ തൊട്ട് താഴെ കയറിന്റെ ഏറ്റവും അടിയിൽ വേറൊരു കെട്ടും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കിണറ്റിക്ക് ഇറങ്ങുന്ന ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് എല്ലാവരും യൂസ് ചെയ്യാൻ നോക്കുക. ഈ വേനൽക്കാലം വരാൻ മതി. ചീഞ്ഞോല പടച്ചോനെ, ഇതൊരാഴ്ച നിൽക്കുകയാണെങ്കിൽ വല്ല അസുഖം വന്ന് സെറ്റായാനെ. എല്ലാരും കണ്ടോളി, പൈസ കുറെ പേരന്റെ അകത്ത് അട്ടിച്ചിട്ടൊന്നും കാര്യമില്ല. കിണറ്റിൽ ഒരു ഓല ചെയ്യാൻ മതി. എന്തേ നമുക്ക് സൊക്കട വരും. വിമാറായ ചായ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ. ടു ഈറ്റ് ചാനലിന്റെ മുതലാളിച്ചിയായിട്ടുള്ള തെന്നി ചേച്ചി ഞാനും ഒരു നാട്ടുകാരാണ്. കളിയാക്കല്ല, നിങ്ങൾക്ക് ഞാൻ എല്ലാ ഐഡിയ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കൂടെ വീഡിയോ ചെയ്തുകൊണ്ട് നല്ലൊരു ലെവലിലെത്തിയ 2 ആൾക്കാരെ പരിചയപ്പെടുത്തി തരട്ടെ. ഒന്ന് ഒരു പെണ്ണാണ്, മൂപ്പര് ടീച്ചറാണ്. ആ പെണ്ണിന് 55 രൂപ ശമ്പളം ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, ആ പെണ്ണ് എന്താക്കിയെന്ന് അറിയോ, ഇതേപോലെ പബ്ലിക്കിൽ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്യും. മന്തിക്കടയിൽ പോവും, തുണിസാപ്പിൽ പോവും, ക്ലോസറ്റ് എന്തൊക്കെ വെക്കുന്ന കടക്കുണ്ടാവല്ലോ, പ്ലംബിംഗ് കടയിലൊക്കെ പോയിട്ട് ആ പെണ്ണ് ഓരോ കടയിൽ നിന്ന് പൈസ വാങ്ങി ചെയ്തപ്പോൾ ആ പെണ്ണ് തോന്നി എനിക്ക് 2-3 വീഡിയോയുടെ ലക്ഷങ്ങൾ കിട്ടി, ഞാൻ എന്തിനു സ്കൂളിൽ പണി ചെയ്യണം. അങ്ങനെ ആ പെണ്ണ് ഇന്ത്യക്ക് ഒരുപാട് സഹായങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതിനും കൂടുതൽ ബന്ധങ്ങളില്ല. അപ്പൊ ഒരു യൂട്യൂബിന്റെ മീറ്റപ്പിലാണ് നമ്മൾ കണ്ടുമുട്ടിയത്. പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര എന്താണെന്ന് അറിയാം, ഒരു ഇതാണ് ഏത്, ചില ആൾക്കാർ എല്ലാ കാര്യം പറഞ്ഞു തരൂല. നമുക്ക് പോലെ സ്റ്റാൻഡേർഡ് ഉണ്ടോ, ഫേസ് വാല്യൂ ഉണ്ടാവും. അതുപോലെ അങ്ങനെ തന്നെ അങ്ങനെ ദമ്മിൽ നടക്കും. ചോദിക്കുകയാണ് ഒരു ഫോട്ടോ എടുക്കട്ടെ, അല്ലെങ്കിൽ യൂട്യൂബിൽ എത്ര സബ്സ്ക്രൈബർ ആകുമ്പോഴാണ് പൈസ കിട്ടാന്ന് വെച്ചാൽ ഓൻ പറഞ്ഞു തരുമോ? മൂപ്പർ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ മൂപ്പർക്ക് എന്ന് പറഞ്ഞ ടൈം അങ്ങനെയാണ്. അപ്പൊ നമ്മള് ഈ ഗ്രാമത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്, നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നമ്മൾ വലിയ യൂട്യൂബർ അല്ലായിരുന്നു, എന്നാലും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടെന്നറിയോ. നിങ്ങൾ രക്ഷപ്പെടട്ടെ, നമ്മളൊന്നും മറ വെക്കണില്ല. ഇനി നിങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ട് വേണമെങ്കിൽ നമ്മളെ ക്യാമറമാൻ അവിടെ വെറുതെ ഞാൻ പറഞ്ഞില്ലേ, ഓൻ വന്നാലും എല്ലാ സപ്പോർട്ടും ചെയ്തു തരും. പൈസ ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരാള് ഒരു സഹായം ചോദിക്കുമ്പോഴേ അത് നടന്നിട്ടിയാൽ മതി. എനിക്ക് അത്ര ആഗ്രഹമുള്ളൂ. പിന്നെ പറഞ്ഞാല്
5 കൊല്ലത്തിന് സ്കൂളിൽ ലീവ് ആക്കിയിട്ട് ഇപ്പൊ പുറത്ത് പോകുന്നു. അപ്പൊ ആ പെണ്ണൊരു വീട് വാങ്ങി, 2 നില വീട്. ഓക്കെ, സെറ്റപ്പായി. അപ്പോൾ അടുത്ത ഒരാളാണ് എന്റെ കമ്പനി പോലീസുകാരനായ ഫിലിപ്പ് മമ്പാട് സാറ്. ആള് മിയാണ്, പ്രാസംഗികനാണ്, മോട്ടിവേഷൻ സ്പീക്കറാണ്, ഇൻസ്പയറിംഗ് ആളാണ്. ഓൾക്ക് എന്ന് പറഞ്ഞാല് ഒരുപാട് ഇനാഗ്രേഷൻസ്, അതേപോലെ സ്കൂളത്തെ കുട്ടികൾക്ക് ഇപ്പൊ പ്രത്യേകിച്ച് MDMA കഞ്ചാവിന്റെ കാലഘട്ടമാണല്ലോ, ക്ലാസ് എടുക്കാനൊക്കെ വിളിക്കുന്നുണ്ട്. വീടെടുത്തേക്കിനി മൂപ്പര് നല്ല രസമുള്ള ആളാ, ആര് ചിരിപ്പിക്കും. ഓരോ സന്ദർഭങ്ങളും സൈക്കിൾ എത്തി കഴിഞ്ഞാൽ ആ സന്ദർഭങ്ങൾ പഠിക്കും, സംസാരിക്കും, നിൽക്കാതെ പറയും. അപ്പൊ മൂപ്പര് 5 കൊല്ലം പോലീസ് പണി നിർത്തിയിട്ട് ഇപ്പൊ എന്താക്കിയെന്ന് അറിയോ? ഇപ്പൊ ആള് സ്പോട്ടിൽ എവിടെയെന്ന് അറിയോ? സൗദിയിലാ. മൂപ്പര് ആരാ കൊണ്ടായത്? മൂപ്പര് ടിക്കറ്റ് എടുത്ത് പോയതല്ലേ, ഒക്കെ ഫ്രീ. അവിടെ പോയിട്ട് ഇനാഗ്രേഷന് ഓരോരുത്തർ അവിടെ പോയാൽ തല്ലും പിടിയോ മൂപ്പരെ കൊണ്ട്, ഈ റൂമിൽ കയറി, ആ റൂമിൽ കയറി, ഈ റൂമിൽ കയറി പറഞ്ഞിട്ട്. അതെങ്ങനെ മൂപ്പര് എത്തിപ്പെട്ടത്? സോഷ്യൽ മീഡിയ കൂടെയാണ്. സോഷ്യൽ മീഡിയക്ക് വേറെ പ്രത്യേകത ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു സ്കിൽ ഉണ്ടെങ്കിൽ പണ്ടത്തെ കാലത്തൊക്കെ ആ സ്കില്ലിന് ഒരു അവസരം കിട്ടാൻ പറഞ്ഞാൽ ഒരുപാട് സമയമാണ്. പണ്ട് ഐഡിയ സ്റ്റാർ സിംഗർ, അതൊന്നും യൂട്യൂബ് അത്ര അങ്ങോട്ട് ഫേമസ് അല്ല. ഈ കൊറോണ കേസാണ് യൂട്യൂബ് അങ്ങോട്ട് താളം കൂടിയത്. അപ്പൊ ഈ സ്റ്റാർ സിംഗറിൽ ഇവർക്ക് പാട്ട് പാടാൻ അവസരം കിട്ടി കഴിഞ്ഞാൽ ഇവൻ ഈ ഏരിയയിൽ ഫേമസ് ആയി. പക്ഷെ ഇവനെ പോലെ പാട്ട് പാടുന്ന 1000 ആൾക്കാർ ഇന്ന് ഈ ലോകത്ത് പുറത്തുണ്ട്. പക്ഷെ ആ കുട്ടികൾക്ക് ഐഡിയ സ്റ്റാർ സിംഗറിനെ ആശ്രയിക്കേണ്ട ആവശ്യം ഇന്നത്തെ കാലത്തില്ല. ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാം, ഓന്റെ പാട്ട് സ്വന്തം പാടി അതേ പാട്ട് ഇൻസ്റ്റയിലൊക്കെ ഇടുകയാണെങ്കിൽ ഓനെ ജനങ്ങൾ അംഗീകരിക്കും, തിരിച്ചറിയും. ഓനക്ക് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളായി, ഒരുപാട് ചാൻസുകളായി ഓനങ്ങനെ ഉയർന്നു പോകും. അപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. നമ്മൾ ഇന്നത്തെ കാലത്തുണ്ടല്ലോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ 2 കാര്യമുണ്ട്. നിങ്ങൾക്ക് ഒരു ബിസിനസ് ഉണ്ട്. നിങ്ങളിപ്പം നിങ്ങളെ ഈ വീട്ടിൽ വെച്ചിട്ട് തലയിൽ പെണ്ണാണല്ലോ പെങ്ങള്, അതുകൊണ്ടാണ് ഈ ഉദാഹരണം പറഞ്ഞു കേട്ടോ. തലയിൽ മറ്റേ ഇതുണ്ടല്ലോ മുടി വരാൻ വേണ്ടിയിട്ട് ഒരു കഷായം തല വെച്ച് ഉണ്ടാക്കുകയാണ്. അപ്പൊ ആ കഷായൊക്കെ കുപ്പിയിലാക്കിയിട്ട് വിൽക്കണല്ലോ. അപ്പൊ നിങ്ങള് അങ്ങാടി പോയ ആൾക്കാർ ഫസ്റ്റ് കറി ഇത് ഇവിടെ ചെലവാവോ, ഇത് ഇവിടെ ചെലവാവോ എന്ന് അറിയും. അപ്പൊ നമുക്ക് ഈ അങ്ങാടിക്കാരെ മാത്രം ആശ്രയിച്ചാൽ മതിയോ? ലോകം മൊത്തം ഈ ബ്രാൻഡ് അറിയപ്പെടണ്ടേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആ കഷായത്തിന്റെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങളെ നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ലാഭം വെച്ചിട്ടാണെങ്കിൽ ഒരുപാട് ആൾക്കാർ അതിന് വേണ്ടി വിളിക്കും. അപ്പൊ ഓർഡർ കൂടും ഇല്ലേ? അപ്പൊ അതിന് ഓർഡർ കൂടൂലേ? ഓർഡർ കൂടി കഴിഞ്ഞാൽ സാധ്യതകൾ നല്ലതുപോലെ സാധ്യത നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെ തരുന്നുണ്ട്. പിന്നെന്താ, ഇപ്പൊ ഉദാഹരണത്തിന് ഞാന് ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്താ ലാഭം തരോ? വരുമാനം കിട്ടുന്നുണ്ട്, ഓക്കെ. പക്ഷെ അതിലുപരി എനിക്ക് ആവശ്യത്തിലധികം എന്താണ് വർക്ക് വരികയാണ്. ആവശ്യത്തിലധികം വർക്ക് ഒന്നും എടുക്കല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചിട്ടാണെങ്കിൽ എനിക്കിപ്പോ ഈ വർക്ക് മൊത്തം ഒരു കോൺട്രാക്ട് എടുക്കാനുള്ള കോളത്തിൽ നടക്കുകയാണെങ്കിൽ, കുറച്ച് പണിക്കാരെ കൂട്ടിയിട്ട് കോൺട്രാക്ട് എടുക്കുന്ന കോളത്തിൽ നടക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? അതിന്റെ വീഡിയോയിൽ നമ്പർ കൊടുത്താൽ ഒരുപാട് വർക്ക് ഇനി വന്നുകൊണ്ടേ നിൽക്കും. അപ്പൊ എനിക്ക് അങ്ങനെ ലാഭം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞ എന്താ അറിയോ? സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്താ വെച്ചാൽ അവനാന്റെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവനാന്റെ സ്കില്ലിനെ വേൾഡ് വൈഡിൽ എത്തിക്കാം, എക്സ്പ്ലോർ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയോ? എന്ത് ചെയ്യാം? പിന്നെ ഒരു സ്റ്റോറേജ് ആണ് യൂട്യൂബ്. ഇപ്പൊ നിങ്ങൾ കല്യാണത്തിന് പോയി, ഒന്നും വേണ്ട, നിങ്ങൾ ഇങ്ങനെ ഈ ഓർമ്മകളൊക്കെ സൂക്ഷിക്കുന്ന ഒരാളായിച്ചോളി. പല ആൾക്കാരും പല സ്റ്റൈലാണല്ലോ. അപ്പൊ നിങ്ങൾ കല്യാണപ്പേരെ നിങ്ങൾ ചങ്ങാഴ്ചയുടെ കൂടെ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് അതൊക്കെ ഒന്ന് കൂട്ടി മുട്ടിച്ചാണ്ട് നിങ്ങൾ ആ യൂട്യൂബിൽ കയറ്റി വെച്ചാൽ നിങ്ങൾ പബ്ലിക് ആക്കേണ്ട ആവശ്യമില്ല, അൺലിസ്റ്റിൽ കയറ്റി വെക്കുക. അപ്പൊ അതിന് ലിങ്ക് കിട്ടുമല്ലോ വീഡിയോ. എന്നിട്ട് നിങ്ങൾക്ക് ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ വീഡിയോ ഉണ്ടോ? അപ്പൊ സ്റ്റോറേജുമായി നമ്മുടെ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാനായി നമ്മുടെ സ്കില്ല് വേൾഡ് വൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ വകുപ്പായി ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഉപകാരങ്ങളുണ്ട്. നമ്മൾ ഈ വയത് എല്ലാവർക്കും പറയും, ഇത് ആൾക്കാർ ഇത് കൂടെ കേൾക്കും, ഇത് കൂടെ വിടും. അതിൽ പെട്ട ഒരാളാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഉയർച്ചയിലെത്താനുള്ള എല്ലാ ടെക്നിക്കും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം ഞാൻ ഒന്നും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. പക്ഷെ നിങ്ങളെ ചാനലിൽ അഭിനയിക്കേണ്ടതും അത് ആ ചാനൽ ഇമ്പ്രൂവ്മെന്റ് ആക്കേണ്ട ആൾ നിങ്ങളാണ്. അപ്പൊ നിങ്ങൾ പരിശ്രമിക്കണ്ടേ? എനിക്കൊരു കണക്കില്ലേ, പറഞ്ഞ ഒരാളുടെ കാര്യം മൊത്തം പറഞ്ഞു. പിന്നെ വേറെ കാര്യമുണ്ട്, ആണുങ്ങൾ വീഡിയോ നടത്തിയാൽ എന്താ കുഴപ്പമെന്ന് അറിയോ? വീഡിയോ അത്ര ആൾക്കാർ കാണൂല, അല്ലെങ്കിൽ പറ്റ നോളത്തരമാണ്, മണ്ടത്തരമാണ്, പൊട്ടനായി അഭിനയിക്കുക ചെയ്യേണ്ടി വരും. പെണ്ണുങ്ങളെ ബന്ധലാവുന്നത് നിങ്ങൾ ആ ലെവലിൽ ഒരു കട പരിചയപ്പെടുത്തിയാലും ഒരു വർക്ക് പരിചയപ്പെടുത്തിയാലൊക്കെ കാണാൻ ആളുണ്ടാവും. കാരണം എന്താ അറിയോ? അതാണ് പെണ്ണുങ്ങളോടുള്ള സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങുന്നത് എന്റെ അഭിപ്രായത്തിൽ ഈ ഫാമിലി ബ്ലോഗേഴ്സ് തന്നെയാണ്. ആ ഫാമിലി ബ്ലോഗേഴ്സിന്റെ വീഡിയോ കാണാൻ വേണ്ടി എത്രമാതിരി ആൾക്കാരെ ഇപ്പൊ സീരിയലില്ലല്ലോ. ഇപ്പൊ സീരിയലിന്റെ വരെ മൊത്തം അതറിയോ? 7 മണിക്ക് മറ്റേ ഉമ്മയും മോനും, അൻഷു മൂനിക്കല്, കേൾപത്ത് ബിജു, ഇവരൊക്കെ എന്തെങ്കിലും ഒരു കണ്ടന്റ് വരണ്ടേന്ന്. ഇവര് പെരയില് കർമ്മൂസക്കാരുണ്ടാക്കണ്, മീൻ മുറിക്കണ്, അവിടെ പോണ് ഇവിടെ പോണ്. പക്ഷെ അത് നിങ്ങൾ ആസ്വദിക്കാണ്. ഓർക്ക് എന്തായാലും പള്ളയിലെ 8 മാസമായില്ലേ, പള്ളയില് പാവം കുട്ടിക്ക് ഇളക്കണ്ടാവോ? അതൊക്കെ അത് ആ വിഷമാണ് ആർക്കും ഇത് കാണുന്ന ആൾക്കാർക്ക്. മോളെ ശ്രദ്ധിക്കണം കേട്ടോ, പള്ളയത്തെ കുട്ടി 8 മാസമായി, വിഷമം ഉണ്ടാവട്ടോ എന്നുള്ളത്. ഓരോ ദിവസമല്ലേ ഇന്ന് കുട്ടി ബെഡിൽ മൂത്രം പാത്തി, കണ്ടന്റാ ബെഡിൽ മൂത്രം പാത്തി. പക്ഷെ എത്രത്തോളം കമന്റും ലൈക്കും വരുന്നോ അത്രത്തോളം വീഡിയോക്ക് പൈസ കൂടും. കമന്റും അതിനാണ് ഇവരെന്ത് ചെയ്യുന്നത് അറിയോ? മാക്സിമം ഉൾപ്പെട്ട രീതിയിൽ വീഡിയോനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ലാഭം എന്നറിയോ? കമന്റ് ഇങ്ങനെ ചെയ്തു, എടാ എനിക്ക് ഉൾപ്പിലിടാന്ന് ചോദിക്കും. അത് റീച്ച് കൂട്ടില്ല. ചീത്ത വിളിക്കുമ്പോ ആർക്ക് റീച്ച് കൂടെ ചെയ്യണ ചാനലിന്റെ മുതലാളിക്ക്. പക്ഷെ ആ സത്യം ഇവിടെ ആർക്കും അറിയില്ല. ശരിക്കും അങ്ങനെ ചെയ്യുന്നവർക്ക് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒന്ന് ലൈക്ക് അടിക്കരുത്, കമന്റ് ചെയ്യരുത്. അപ്പോൾ ഓരോ ഓട്ടോമാറ്റിക് താവ് ചെയ്യുക. ഈ ലൈക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബ്, ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്ക് എന്ത് ചെയ്യുന്നവരോ വീഡിയോ ഓൾറെഡി എല്ലായിടത്തും കൊണ്ട് ചവിട്ടി കയറ്റി വിടും. അങ്ങനെ എല്ലാ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചോദിക്കാണ്, നിങ്ങൾ തയ്യാറാണോ? ആർ യു വില്ലിംഗ് ഓർ നോട്ട്?
അപ്പൊ എന്തായാലും നമ്മളെ കൃത്യമായ പിന്നെ വേറെ കാര്യമുണ്ട്, നിങ്ങൾ ഉണ്ടാക്കി തന്ന ആട ഇത് ചക്കന്റെ രുചിയുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞു ചക്കന്റെ സംഭവങ്ങൾ മിക്സ് ആക്കി ഉണ്ടാക്കിയ സംഭവമാണ് എന്നുള്ളത്. നേക്കുണ്ട്, പാൽച്ചായ നേക്കാണ്. പിന്നെ നിങ്ങൾ ബേക്കറി സാധനങ്ങൾ കൂടുതലൊന്നുമില്ലല്ലേ, അതായത് നാച്ചുറൽ ആയിട്ട് സാധനം ഉണ്ടാക്കിയിട്ട് അതിനെ ഭക്ഷിച്ചിട്ട് അതിലൂടെ ആരെയും കണ്ടെത്തുന്ന ഒരു സ്ത്രീയാണ് തന്നെ ചേച്ചി. അതാണ്, അല്ലാതെ പിന്നെ അധികം ഈ മക്കൾക്ക് വലിയ കാര്യമില്ല. അതുകൊണ്ട് ബേക്കറി സാധനങ്ങള് മോനാണ്. അവല്ലേ ഒന്നും നോക്കല്ല, സേഫ് ടു ഈറ്റ്. ഏകദേശം എന്റെ അഭിപ്രായത്തിൽ 3 മാസം കൊണ്ട് വേറെ ലെവൽക്ക് വരും. കൃഷിയും വേണം, അതിന്റെ കൂടെ തന്നെ നമ്മൾ വേറെ കണ്ടന്റും. ഒരു എന്താ പറയാ, സകല ഗുലാബി, ഏത് ഓൾറൗണ്ടിങ് എന്ന് പറഞ്ഞ മാതിരി തന്നെ എല്ലാം ഇടുക. നിങ്ങളെ വേറെ ലെവലിൽ നമ്മൾ എത്തിച്ചേരാം. ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാ സപ്പോർട്ട് നമ്മൾ എടുത്തുണ്ടാവും. പോരാ, സന്തോഷം. സ്വന്തമായി വഴിവെട്ടി തെളിച്ച് വിജയിച്ച് ലത്തീഫിന് അറിയാം എങ്ങനെ ഇനി മുന്നോട്ട് പോകണമെന്ന്. അതായത് ഈ ഉള്ള സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ വെച്ച് ലോകം മുഴുവൻ അറിയുന്ന രീതിയിലേക്ക് തൻ്റെ പണിയും അതോടൊപ്പം തന്നെ പണിയുടെ പെർഫെക്ഷനൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ ലത്തീഫിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഓരോ സാഹചര്യങ്ങളും നമ്മൾക്ക് എങ്ങനെയെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ജീവിതവും നല്ല രീതിയിലേക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്ര നേരം ഈ കാര്യങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ച ലത്തീഫിൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നുള്ള വാക്കുകളാണ്. അപ്പോൾ ഇനിയും വീഡിയോ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് പാർട്ട് 3 ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ പാർട്ട് 4 കാണാം.